നമ്മൾ കുറെ നാളിന് ശേഷം ബേസിൽ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ തിരിച്ചുവരവാണ്. ഇന്റർവ്യൂക്ക് മുമ്പ് ഞങ്ങൾ വിചാരിച്ചു ബോളിവുഡിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേ ബോളിവുഡിൽ പോയിട്ട് ബോളി വെച്ചിട്ട് തിരിച്ചു വന്നു. പഴയ ബേസിൽ ചേട്ടൻ കിട്ടിയ ഫീലാട്ടോ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നാഷണൽ ക്രഷ് രശ്മിക എന്നൊക്കെ പറയുന്നത് ഒറ്റ പടം കൊണ്ട് ഒറ്റപ്പടം. അതായത് നമ്മുടെ ഇവളെ കുറിച്ചായിരുന്നു ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് ലൈക്ക് അങ്ങനെ ലൈക്ക് ഒരു 8-10 മാസം അതിന് വേണ്ടി തന്നെ ഫാഷൻ നോക്കും. ട്രെൻഡ് ഫോളോ ചെയ്യും. ഇൻസ്റ്റഗ്രാം ഒക്കെ ഭരിക്കുന്ന കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിലൊരു ഭരണം നടത്തുന്ന ഒരാളാണ് ഷെൽവി. നിന്റെ മുഖത്തോട്ട് നോക്കിയോണ്ട് മനസ്സിലായി. ഇല്ലെങ്കിൽ അടുത്തയിലേക്ക് വീണ്ടും ഞാൻ വീണ റമ്മായ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അടുത്താണെങ്കിൽ പറഞ്ഞതുമില്ല, പറയുന്നില്ല എന്ന് മാത്രമല്ല നോണ പറഞ്ഞു. സർവമായാലും 10 മിനിറ്റേ ഉള്ളൂ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. 15 ഞാൻ വിചാരിച്ചിപ്പോ വന്നിട്ട് ചത്തു പോകും. ചാവുന്നില്ല, അത് പ്രേമ ഓൾറെഡി ചത്തട്ടാ വന്നിരിക്കുന്നത്. ബേസിൽ ചേട്ടനും കൂടി നിവിൻ ചേട്ടനും കൂടി അഭിനയിച്ചത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ബേസിലേട്ടന് മുമ്പ് വെച്ച് നല്ലത് പറയാൻ പറ്റില്ല. ഇവൾ വർഷ ഔട്ട് ഔട്ടായേ മതിയാകൂ. എനിക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു. എനിക്ക് ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അപ്പൊ ഉറക്കം പറ്റുന്നില്ലല്ലോ, ഉറങ്ങാൻ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് നല്ല അഡ്വൈസ് ഒക്കെ തരും. രാത്രി കിടക്കുന്നതിന് മുമ്പ് പുട്ടും പഴം കഴിച്ച് ഉറക്കാൻ പറ്റും. പുട്ടും പഴം കഴിച്ച പുട്ടിൽ എന്ത് കമ്പോണന്റ് ആണ്, പഴത്തിൽ എന്ത് കമ്പോണന്റ് ആണ് ഉറക്കത്തിന് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ പാലിൽ എന്ത് കമ്പോണന്റ് ആണ്, ജാഗറിയിൽ എന്ത് കമ്പോണന്റ് ആണ് ഉറക്കം ഉണ്ടാകുന്നത്. സയന്റിഫിക്കലി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാന്നൊക്കെ പറഞ്ഞ വയറുകൊണ്ട് അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കം വരുമായിരിക്കും. റിലീസ് ആയപ്പോ ഒരു ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഒന്നും ആലോചിച്ചില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്ലർ ആയിരുന്നു. ഈ സെയിം ഫീൽ തോന്നിയൊരു മൊമെന്റ് ഉണ്ട്. എനിക്കും ഭയങ്കര ബ്ലറായിട്ട് തോന്നി ഭയങ്കരമായിട്ട്. ഞാൻ ഒരു കണ്ണട എടുത്ത് വെച്ച അപ്പൊ എല്ലാം ശരിയാ. ഞാനും കാത്തിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ഞാനുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഒരു ഗിഫ്റ്റ് ഉണ്ട്, പെർഫ്യൂമിക്സിന്റെ ഒരു ഗിഫ്റ്റ് നിങ്ങൾ 3 പേർക്കും തരാൻ ആഗ്രഹിക്കുകയാണ്. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. അതിനിടെ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 3 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നമ്മൾ അതിരടിന്റെ 2ാമത്തെ ഇന്റർവ്യൂ ആണ്. ഈ നമ്മുടെ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂന്റെ ഇതാണ് ജിപേ ചെയ്യണ പോലെ എല്ലാരും ലേട്ടന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ടോ, ബേസിൽ ചേട്ടന്റെ നമ്മൾ കുറെ നാളിന് ശേഷം ബേസിൽ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ തിരിച്ചുവരവാണ്. ഇന്റർവ്യൂക്ക് മുമ്പ് കാരണം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വിചാരിച്ചു ബോളിവുഡിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേ ജാടയായിരിക്കും. ബോളിവുഡിൽ പോയില്ല, ബോളിവുഡിൽ പോയിട്ട് ബോളി വെച്ചിട്ട് തിരിച്ചു വന്നു. ഫുഡ് കിട്ടിയില്ല. നമ്മുടെ പഴയ ബേസിൽ ചേട്ടൻ കിട്ടിയ ഫീലാട്ടോ. ഞാൻ എവിടെയും പോയിട്ടില്ല. കുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ നാഷണൽ ക്രഷ് രശ്മിക എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ക്രഷ്, നമ്മുടെ സ്റ്റേറ്റ് ക്രഷ് ഒറ്റ പടം കൊണ്ട് ആരാധകരെ ഉണ്ടാക്കിയ ഒറ്റപ്പടോ. അതായത് നമ്മുടെ ഇവളെ കുറിച്ചായിരുന്നു പറയുന്നത്. അങ്ങനെ അത്ര പ്രശ്നമൊന്നുമില്ല.
ഇപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ നീ പെട്ടെന്ന് അങ്ങോട്ട് എങ്ങനെ ഷിഫ്റ്റ് ആയി? എന്നെ കുറിച്ച് അല്ലായിരുന്നു അത്രയും നേരം അതെ, പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരാൾ ക്രഷ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി നോ. രശ്മിക എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റ് ക്രഷ്, നമ്മുടെയൊക്കെ സ്റ്റേറ്റ് ക്രഷ് ആണ് റിയ. അപ്പഴേ റിയ ഇത്രയും ക്രഷ് ഒക്കെ ഉള്ള റിയയുടെ നായകനായിട്ട് വരുമ്പോഴേ ഔച്ച്. ആരാധകർ എന്റെ ആരാധകരെ കുറിച്ച് അറിഞ്ഞൂടാ. നീ ഏതാണ് പറഞ്ഞത്? പേരതാ? ഓ ചോദിക്കുക എന്താന്ന് വെച്ചാ അങ്ങനെയൊക്കെ കാത്തിരിക്കുക ആളൊന്ന് കേൾക്കാൻ വേണ്ടിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു റിയയുടെ കൂടെ ഒരു എക്സ്പീരിയൻസ്? റിയയുടെ നായകനായിട്ടാണ് വരാൻ വേണ്ടി. നായകൻ തന്നെയല്ലേ റിയയുടെ? അതെ അതെ. എക്സ്പ്രഷനിൽ എനിക്ക് തോന്നുന്നു തെറ്റായിട്ട് ഞാനിപ്പോ പറഞ്ഞു. എന്താ പറയേണ്ടത്? എന്തേലും പറ കൊച്ചു. എന്റെ എക്സ്പീരിയൻസോ? ആ കുഴപ്പമില്ലായിരുന്നു. എന്റെ ഇപ്പം കൂടുതൽ ഞാൻ എത്ര യൂഷ്വലി കുറെ നായകന്മാരോട് കഥ എടുത്ത് പറയുന്നതാണല്ലോ, ഇതിനൊന്നും ഇല്ലേ പറയാൻ? പറയാനില്ലേ? എന്റെ മൂഡ് പോയി കഥ പറയാനുള്ള. രശ്മിക അവിടെ നിന്ന് മൂട് പോയതാണ്. പോയി തിരിച്ചു വന്നിട്ടില്ല. റിയയെ കുറിച്ച് പറയുമ്പോൾ മുറുക്കെ പിടിച്ചിരുന്നു ഒന്ന്. ഹലോ ഹലോ മൈക്ക് വർക്കാവുന്നില്ലേ? അതിനിടയിൽ ആക്ച്വലി റിയ വരുമ്പോ നമ്മള് റിയ മറ്റേ സർവമായ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. കാസ്റ്റ് ചെയ്യുമ്പോഴൊന്നും സർവമായി ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമുക്കിതൊരു ന്യൂ കമർ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു. റിയയുടെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ഒക്കെ കണ്ടിട്ടൊക്കെ തന്നെയായിരുന്നു അതിരടിയിൽ. പിന്നെ ഓഡീഷനൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അതിരടിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ സർവമായ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അടുത്താണെങ്കിൽ പറഞ്ഞതുമില്ല അങ്ങനെ ഒരു സിനിമ സർവമായാലുണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആക്ച്വലി സർപ്രൈസ് ആയിട്ട് അവരെന്തോ വെറുതെ എന്തോ പോണ വഴിക്കെങ്ങാണ്ട് പറഞ്ഞു, റിയ ഇത് ഇത്രയും വലിയ റോളാണെന്ന് ആരോടും പോയി പറയല്ലേന്നെന്തോ ചുമ്മാ പോണ വഴിക്കെന്തോ പറഞ്ഞു. അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട്, ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ്. ആരടുത്തും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പറയുന്നില്ല എന്ന് മാത്രമല്ല നോണ പറഞ്ഞു. അതായത് എന്റെ അടുത്ത് എന്റെ മുഖത്ത് പടം കണ്ടല്ലോ മുഖത്ത് നോക്കി എന്റെ അടുത്ത് പറഞ്ഞത് ഡയറക്ട് ചെയ്ത പടത്തില് ഞാൻ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുകയാണല്ലോ, ഈ സിനിമയിലെ നായികയാണല്ലോ എന്ന് വെച്ചിട്ട് സർവമായാലും 10 മിനിറ്റേ ഉള്ളൂ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. 10 മിനിറ്റ്. 10 മിനിറ്റും കാണാൻ പോയിരിക്കുകയാണ്. നമ്മളപ്പോ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പൊ 10 മിനിറ്റേ ഉള്ളൂ. അന്ന് സർവമായ ഇറങ്ങണതിന്റെ തലേദിവസം വരെ ഒരു സീൻ, ഞാൻ എന്റെ ജീവിതകഥ ഇവളുടെ അടുത്ത് പറയണ പോലത്തെ ഒരു സീൻ എടുത്തോണ്ടിരിക്കുക. ഇത്രയും ഇന്റൻസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബേസിലായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പടത്തിലുണ്ട് അങ്ങനെ ഒരു സീൻ എടുത്തോണ്ടിരിക്കുക. അതായത് എന്റെ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ ഇരുന്ന് പറയുന്നു. അപ്പൊ ഇവളിരുന്ന് കേൾക്കുന്നു, അയ്യോ എന്നൊക്കെ പറയുന്ന പോലത്തെ സീൻ. രാത്രി ആ സീനൊക്കെ എടുത്തു. അപ്പൊ പോലും എന്റെ അടുത്ത് പറഞ്ഞത് സർവമായ നാളെ ഇറങ്ങും, 10 മിനിറ്റേ ഉള്ളൂ, ഞാൻ ചെറിയൊരു റോളാണ്. നമ്മൾ ഇമോഷൻ സീൻ ചെയ്തോണ്ട് ഞാൻ ഇതിപ്പോ പറയണോ? സർപ്രൈസ് എന്തിനും ഇത്ര സീരിയസ് ആയിട്ട് ഒരാൾ ഞാൻ വിചാരിച്ചിപ്പോ വന്നിട്ട് ചത്തു പോകും വിചാരിച്ചു. ചാവുന്നില്ല, അത് പ്രേമ ഓൾറെഡി ചത്തട്ടാ വന്നിരിക്കുന്നത്. ഇനി ചാവാനും പറ്റൂല. അപ്പൊ പിന്നെ എന്ത് മാഞ്ഞു പോകും. 10 മിനിറ്റ് കഴിയുമ്പോ മാഞ്ഞു പോയിരിക്കും. പിന്നെ നോക്കുമ്പോ തീരുന്നില്ല, ഇത് പടം തീരുന്നവരെ. അപ്പൊ അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. അയ്യോ കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചോ? 10 മിനിറ്റ് സീൻ ഞാൻ കണ്ടിരുന്നു. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. ആക്ച്വലി കള്ളം പറഞ്ഞേ പറഞ്ഞില്ലേ ബ്രോ, എൻജോയ്. പക്ഷെ ഈ ഡെലിവറിനെ ശരിക്കും എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാവരുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ഡെലിവറി വരണം, കാത്തിരിക്കായിരുന്നു ആൺകുട്ടികളൊക്കെ. ഇതെന്താ ചോദ്യം? നിങ്ങൾക്ക് ഇതുപോലൊരു ഡെലിവറി ലൈഫിലുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാ? ഒരു മറ്റേ കണിയാരെയോ മറ്റേ ടീമിനെ വല്ല കടമറ്റത്ത് കട്ടനാരോ വല്ല പൂജയൊക്കെ നടത്തി വല്ല പറഞ്ഞു മോക്ഷം കൊടുത്ത് വിടുക എങ്ങോട്ടാന്ന് വെച്ചാ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? പ്രയാസത്തിനെ കൊണ്ടു നടക്കാൻ പറ്റുമോ അങ്ങനെ? ആ വൈബില്ല. നിവിൻ ചേട്ടന്റെ കൂടെ അഭിനയിച്ചു, ബേസിൽ ചേട്ടന്റെ കൂടെ അഭിനയിച്ചു. ഇനി ആരാ? ഇനി ഏത് ഇനി ഏത് ഏട്ടന്റെ കൂടെയാ? എങ്ങനെയുണ്ടായിരുന്നു ബേസിൽ?
ഇനി തമിഴിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ എന്തെങ്കിലും അണ്ണ കിട്ട ഏത് അണ്ണ കിട്ടയാ? അണ്ണ കൂടെ മണ്ണെണ്ണ. 2 ദിവസം ഇരുന്ന് തമിഴ് ഡബ് ചെയ്തല്ലേ? എന്താണ് ഏത് അണ്ണ കൂടെയാ? അങ്ങനെയല്ലേ? അണ്ണ കൂടെ, അണ്ണ കൂടെ ഒരു കിട്ടേ കൂടെ. ആ കറക്റ്റ് അല്ലേ? ഏത് അണ്ണ കൂടെയാ? അല്ല ചോദ്യം അതായിരുന്നല്ലോ. ചോദ്യം എന്തായിരുന്നു? എങ്കയോ പോച്ചു. എന്നാ ചോദ്യം? കേൾവി കേൾവിക്ക് ബേസിൽ ചേട്ടനും കൂടി നിവിൻ ചേട്ടനും കൂടി അഭിനയിച്ചല്ലോ, ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കാൻ That typical question. പറ്റും. എക്സിറ്റ് That diplomatic answer അങ്ങ് കീച്ച്. ഒന്നും നോക്കണ്ട. അവർക്ക് ഡിപ്ലോമാറ്റിക് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് എന്റെ ഫാൻസ് ഇളകും. അറിയില്ല പേര് പറഞ്ഞു. ഷിജിനയ്ക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ എന്റെ ഫാൻസിന്റെ പവർ. അറിയാൻ ആ ഒരുപാട് പറഞ്ഞില്ല. ഉള്ളൂ പറയാത്തെ. സോ ബേസിക്കലി കംഫർട്ട് ആക്ച്വലി തിങ് ഇസ് രണ്ടുപേരും ഡിഫറെന്റ് അല്ലേ? സോ ഐ വുഡ് സേ ഡെഫിനറ്റ്ലി രണ്ടുപേരുടെയും കൂടെ കംഫർട്ട് ആയിരുന്നു. ആൻഡ് ബിക്കോസ് ലൈക്ക് എനിക്ക് ബേസിലായിട്ടിന് മുമ്പ് വെച്ച് നല്ലത് പറയാൻ പറ്റില്ല. I mean, it was actually really nice. അല്ല, the thing is, രണ്ട് രീതിയിൽ നൈസാണ് ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ വെരി ലൈക് ഇന്നസെന്റ്. സോ ബിക്കോസ് ആദ്യം കുറെ കോമഡി ഒക്കെ അടിച്ച് ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോൾ ദേ ആർ ലൈക്ക് pretty shy. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആക്ച്വലി ജെന്യുവൻ ആയിട്ട് രണ്ടുപേരുടെയും കൂടെ ആ ഒരു കാരണം ബിക്കോസ് ഓഫ് ദാറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ബിക്കോസ് ദർ ആക്ച്വലി വെരി ഇന്നസെന്റ് ആൻഡ് ബോത്ത് രണ്ട് രീതിയിലും ഫണ്ണാണ്. ആൻഡ് എന്താ പറയാ, അതിരടി പിന്നെ യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്തെടുത്തിട്ട് ഓക്കെ എവിടെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. എനിക്കെല്ലാം കേൾക്കാം. രണ്ടുപേരും കംഫർട്ടബിൾ ആയിരുന്നു. രണ്ടുപേരും കംഫർട്ടബിൾ ആണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ. ഇറ്റ്സ് ലൈക്ക് മോർ ഫൺ. അതിരടിയില് ഫൺ വൈബ്സ് ആണ്, അതില് മോർ ഓഫ് ലൈക്ക് കണക്ഷൻ സർവമായ. ബിക്കോസ് ടുവേർഡ്സ് എന്റെ ഇമോഷണൽ സീനൊക്കെ എടുക്കുമ്പോഴൊക്കെ ഇറ്റ് വാസ് ലൈക്ക് ഡിഫറെന്റ്. അപ്പോ ദെൻ ദിസ് വാസ് ലൈക്ക് മോർ ലൈക്ക് കോളേജ് ഫൺ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ ഇങ്ങനെ ഇരുന്ന് കളിയാക്കി ചൊറിയുന്നു, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വൈബ് ആയിരുന്നു. ആൻഡ് പിന്നല്ലാതെ സത്യം എനിക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു. എനിക്ക് ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അപ്പൊ ഉറക്കം പറ്റുന്നില്ലല്ലോ, ഉറങ്ങാൻ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് നല്ല അഡ്വൈസ് ഒക്കെ തരും. രാത്രി കിടക്കണതിന് മുമ്പ് പുട്ടും പഴം കഴിച്ചാൽ ഉറക്കാൻ പറ്റും. സത്യമായിട്ട് പറഞ്ഞു. പുട്ടും പഴം കഴിച്ചാൽ ഉറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. പുട്ടും പഴം അല്ലെങ്കിൽ പാലില് ജാഗറി ഇട്ട് കുടിച്ചാൽ പറഞ്ഞു. പുട്ടും പഴം കഴിച്ച പുട്ടിൽ എന്ത് കമ്പോണന്റ് ആണ്, പഴത്തിൽ എന്ത് കമ്പോണന്റ് ആണ് ഉറക്കത്തിന് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ പാലിൽ എന്ത് കമ്പോണന്റ് ആണ്, ജാഗറിയിൽ എന്ത് കമ്പോണന്റ് ആണ് ഉറക്കം ഉണ്ടാകുന്നത്. സയന്റിഫിക്കലി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാന്നൊക്കെ പറഞ്ഞ വയറ് അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കം വരുമായിരിക്കും. അതിന് കഴിക്കണമെന്നൊന്നുമില്ല, അതിന് വേറെ എന്ത് കഴിച്ചാലും അങ്ങനെ. പുട്ടും പഴം കഴിച്ചപ്പോ ഞാൻ ഉറങ്ങി. അപ്പൊ അവര് അതിന്റെ എന്റെ അടുത്ത് പറയുന്നത്, ഞാനിവിടെ ഡയറ്റ് ഒക്കെ നോക്കി ലൈക് കോളേജ് ബോയ് ആയിട്ട് നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് രാത്രി കാബ്സ്, പുട്ട്, ഷുഗർ, ജാഗറി, ഓവർ തിങ്കിങ് ആയിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടേ. അയ്യോ, ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചാൽ എന്ത് അഭിപ്രായം പറയാനാണോ? പുട്ടും പഴമൊക്കെ കഴിച്ചാൽ ഉറക്കാൻ വരും. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഭരിക്കണ കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിലൊരു ഭരണം നടത്തുന്ന ഒരാളാണ് ഷെൽവി. ഭാഗ്യം, നിന്റെ മുഖത്തോട്ട് നോക്കിയോണ്ട് മനസ്സിലായി. ഇല്ലെങ്കിൽ അടുത്തയിലേക്ക് വീണ്ടും ഞാൻ വീണ. ആൾക്ക് മനസ്സിലായിട്ട് ഇവിടെ ബേസിലായിട്ട് ചോദ്യം പോലെ ആകെ 2 മിനിറ്റ് മാത്രം.
ഈ അതിരടി എങ്ങനെ സംഭവിച്ചു? കാരണം കോണ്ടന്റ് വീഡിയോസ് കണ്ടിട്ട് ഇവര് സെലക്ട് ചെയ്താണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു അതിരടി എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. ഓഡിഷൻ ത്രൂ തന്നെയാണ് സെലക്ട് ആയത്. ഒരു ഹാഫ് ഡേ ഫുൾ ഓഡിഷൻ ഉണ്ടായിരുന്നു. കുറേ സീൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു. അത് എന്നിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിലേട്ടനൊക്കെ കാണിക്കണം, അവർക്ക് വർക്കാവണം, എന്നിട്ടേ കൺഫർമേഷൻ ആവാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇങ്ങനൊരു ക്രൂ ബേസിലേട്ടൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു. പരശു എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അത് ഒരു 1-2 ആഴ്ച വെയിറ്റ് ചെയ്ത് കൺഫേം ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഓഡിഷൻ ത്രൂ തന്നെയാണ് വന്നിരുന്നത്. ശെൽവൻ ചേട്ടന്റെ തലയില് ബേസിക് ചേട്ടൻ ഇരിക്കുന്ന പോസ്റ്റില് ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടു. തോളത്ത് എടുത്ത് വെച്ചേക്കുന്നത് അത് ആക്ച്വലി ആ സീൻ എടുക്കുന്ന ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു സത്യത്തില്. അപ്പൊ അന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സീൻ ഉണ്ട്, തോളത്ത് എടുത്ത് വെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ ഇട്ട് വന്ന് സീൻ എക്സ്പ്ലെയിൻ ചെയ്തു. തോളത്തെടുത്തു. തോളത്തോട്ട് കേട്ടിരിക്കുക ബേസിലിന്. അപ്പൊ ഞാൻ ശരിക്കും കേട്ടണ പിന്നല്ലാതെ കേട്ടണം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് തോളത്ത് കയറ്റപ്പോ ഞാൻ വിചാരിച്ചു, വീഴല്ലേ ദൈവമേ, തോളത്ത് കയറ്റിച്ചു. ഇനി അവിടെ നിന്ന് ഇങ്ങി വരെ ഓടിവാ, തോളത്ത് വെച്ചോണ്ടാ ചെല്ലു പോ ചെയ്. പിന്നെ അതൊരു ഒരു ഭയങ്കര നല്ലൊരു വൈബായിരുന്നോണ്ട് ചെയ്തു. കാരണം തോളത്തൊക്കെ എടുത്ത് വെച്ച് കുറച്ച് ചാടിയൊക്കെ വന്നു. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. വെയിറ്റ് കുറച്ചല്ലേ അത് കണ്ടിട്ട് ചേട്ടനോട് ഇങ്ങനെ ഏത് വേഷം കൊടുത്താലും ഇപ്പൊ കോളേജ് പയ്യൻ ആണെങ്കിൽ അതിന് ഫിറ്റ് ആവും, ഏത് ക്യാരക്ടർ കൊടുത്താൽ അതിനനുസരിച്ച് ഫിറ്റ് ആവുന്ന ഒരു ബോഡി. ഞങ്ങൾ വരുമ്പോ തന്നെ പറഞ്ഞു, അതിന്റെ രഹസ്യം എന്താ ബേസിക് ചേട്ടാ? ഇത് നല്ല പണി എടുത്തിട്ടുണ്ട്. അതെ, യങ്ങായിട്ട് ഇപ്പോഴും പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പട്ടിപ്പണി തിങ്കിങ്. പോണേ ഇടയ്ക്ക് എവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ എന്റെ ഒരു രീതിയിൽ ആലോചിച്ച ഉത്തരം. നീ എന്തുത്തരം പറയുന്നതാണോ? നീ ഉത്തരം പറയണ്ട, എന്നോടല്ലേ ചോദ്യം ചോദിച്ചത്. ഞാൻ എന്തിനാണെന്ന് എവിടെയെങ്കിലും കള്ളം പറയാണോ എന്നൊന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ചിലപ്പോഴിങ്ങനെ ആഡ് ചെയ്ത് പറയും. ഈ വെയിറ്റ് കുറച്ചത് അതല്ല, വെയിറ്റ് ഈ പറയുന്ന പോലെ മരണമാസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം സിനിമ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അതിരടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ലൈക്ക് അങ്ങനെ. അപ്പോൾ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമല്ലോ. ചുമ്മാ താടി പഠിച്ചു വന്നിട്ട് കോളേജ് പോയി കഴിഞ്ഞാൽ അയ്യ എന്ന് പറയില്ലേ. അപ്പം അത് കാരണം വർക്കൗട്ട് ചെയ്തു നന്നായിട്ട്. ഭയങ്കര ഡയറ്റ് ഉണ്ടായിരുന്നു, ഫാസ്റ്റിംഗ് ചെയ്തു, ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് ലൈക്ക് ഒരു 8-10 മാസം അതിന് വേണ്ടി തന്നെ മെനക്കെട്ട് പണിയെടുത്ത് പിന്നെ നോക്കിയപ്പോൾ അത് കൊള്ളാം. പിന്നെ അതപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ. ഇപ്പൊ ഞാൻ തടി കുറഞ്ഞായിട്ട് തോന്നിയില്ല. ആ സമയത്ത് വണ്ണം കുറഞ്ഞാന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ? പക്ഷെ ഫുൾ ഒരു ടോട്ടലി ഭയങ്കര മോഡേൺ അത്ര ഇല്ല അതൊക്കെ ട്രൈ ചെയ്തില്ല. ഇപ്പൊ ബേസിക് ചേട്ടൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോ സർവമായി കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് എന്താ ഒരു പോക്ക് പോയല്ലോ. സ്റ്റോറീസ് നോക്കുന്ന സമയത്ത് റിയക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇമോഷണൽ ആവുന്നുണ്ട്, ഇതെന്താ ഇവിടെ നടക്കണേന്ന് തോന്നിപ്പോകുന്നുണ്ട്. എങ്ങനെയായിരുന്നു കറക്റ്റ് ആ ഫീല്? ഭയങ്കര ജെന്യുവൻലി ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഈ റോള് കിട്ടിയപ്പോ തൊട്ട് ഐ വാസ് വെരി എക്സൈറ്റഡ്. ലൈക്ക് ഭയങ്കര ഒരു ലൈക്ക് എനിക്ക് 1 ലൈനിൽ തന്നെ പറഞ്ഞപ്പോ ലൈക്ക് ഇതൊരു ഗോസ്റ്റ് ആണ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അങ്ങനെ കേട്ടപ്പോഴേ എക്സൈറ്റഡ് ആണ് ഞാൻ ഷൂട്ടിൽ പോവാൻ. സോ ഓവറോൾ ലൈക്ക് ഷൂട്ടിൽ തന്നെ ലൈക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ ദിവസങ്ങൾ പോകുന്ന പോലെ തോന്നിയില്ല. സോ ദെൻ റിലീസ് ആയപ്പോ ഒരു ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഒന്നും ആലോചിച്ചില്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് വെരി കാം ബിഫോർ ദ റിലീസ്. റിലീസ് കഴിഞ്ഞപ്പോ ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ഗെറ്റിംഗ് ഗുഡ് റെസ്പോൺസസ്. ഇറ്റ് വാസ് ലൈക്ക് ഒരു ബ്ലർ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്ലർ ആയിരുന്നു. എനിക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറെ രസമായിട്ട് ഇങ്ങനെ പറയുന്നു. ലൈക്ക് സ്റ്റക്ക്. ലൈക്ക് നമുക്ക് എക്സ്ട്രീം ഒരു സന്തോഷം മൊമെന്റ് ആണ്. ബട്ട് അറ്റ് ദാറ്റ് മൊമെന്റ് യു ആർ ലൈക്ക് ഇത് റിയൽ ആണോ അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇത്. ആൻഡ് ലൈക്ക് ദുബായിലായിരുന്നു നമ്മളെ പടം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് എത്തിയപ്പോ ആൾക്കാർ പെട്ടെന്ന് ലൈക്ക് റിസീവ് ചെയ്യുന്നു. ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ട് സീയിങ് യു ഡിഫറെന്റ്ലി. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ലൈക്ക് നമ്മളിങ്ങനെ ആദ്യം വന്ന് കയറുമ്പോൾ ഓ ഓക്കെ. അപ്പൊ
then first time I'm hearing like ഒരു കൊച്ചുകുട്ടി വന്നിട്ട് പറയാ കുട്ടി ആ കഥയുണ്ടോ എല്ലായിടത്തും പറഞ്ഞ കഥ? Actually one kid came and said, എനിക്ക് I love spending time with kids. Like, ഇല്ല ഞാൻ so then ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ആദ്യം പറയാം ഡെലുലു. So I was like, oh, register ആയി like register ആയി അവരാ like അത്രയും seeing me as the character. പിന്നെ ഫസ്റ്റ് ടൈം നമ്മളൊരു തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോ ലൈക്ക് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. തിങ്ക് എല്ലാരും കണ്ട് ഞാൻ കരയുന്ന അങ്ങനെയൊക്കെ. ബട്ട് ഇറ്റ് വാസ് വെരി ഇമോഷണൽ. എനിക്ക് കുറെ നാളായിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ ഞാൻ അഡ്മയർ ചെയ്യുന്ന കുറെ പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ലൈക്ക് ദേ ആർ വെരി ഹംബിൾ ഇനഫ് ടു ലൈക്ക് കം ആൻഡ് ടെൽ മീ. ആൻഡ് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഓൾറെഡി ലൈക്ക് ഓഡിയൻസ് അപ്രീഷിയേറ്റ് ചെയ്തപ്പോ തന്നെ ഐ വാസ് ലൈക്ക് വാവ്. പിന്നെ ദീസ് പീപ്പിൾ ദാറ്റ് ഐ അഡ്മയർ അവര് വന്ന് പറയുമ്പോഴും ഒക്കെ I was like, wow, I look up to them and they are coming and telling me. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു മഞ്ജു വാര്യർ ചേച്ചി പറഞ്ഞപ്പോഴൊക്കെ I was like, whoa, like മഞ്ജു ചേച്ചി guys. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു I was very emotional for a second because we look up to them. ഡാൻസ് പോർഷൻ ഒക്കെ ചെയ്തപ്പോ ദാറ്റ് ക്ലാസിക്കൽ പോർഷൻ ഒക്കെ കുറെ റീൽസ് റീക്രിയേറ്റ് ചെയ്തായിരുന്നു. എനിക്ക് ആ ഭയങ്കര നെർവസ്. ഞാൻ ക്ലാസിക്കൽ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ദെൻ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ പേര് മഞ്ജു ചേച്ചിയുടെ കുറെ സ്റ്റോറീസ് ഇങ്ങനെ പറയും ലൈക്ക് ഓ ഇങ്ങനെ ആ ഒറ്റൊരു ദിവസത്തിൽ വലിയൊരു 2 minutes ഡാൻസ് ഒക്കെ ചെയ്ത്. ഞാൻ പിന്നെ ഒരു ഡാൻസ് ഷൂട്ട് ചെയ്യുന്നതിന് പ്രേ മഞ്ജു ചേച്ചി എന്നെ കാത്തോടെ ഇങ്ങനെ പ്രേ ചെയ്തിട്ടാ ചെയ്തത്. ദെൻ ഇറ്റ് വാസ് ലൈക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് വെരി ഇമോഷണൽ. വെരി ഈ സെയിം ഫീൽ തോന്നിയൊരു മൂമെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആദ്യ സിനിമ ഡയറക്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്ത് ഈ ആൾക്കാർ കൊള്ളാം, നമ്മൾ ചെയ്യുന്ന വർക്ക് കൊള്ളാം, ആൾക്കാർക്ക് ഇഷ്ടാവുന്നുണ്ട് എന്നൊരു ഫീൽ വന്നത് എപ്പോഴായിരുന്നു? ആ ഒരു മൂമെന്റ് ഉണ്ടോ? അതെന്റെ ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്തായിരുന്നു ആദ്യമായിട്ട് അത് കിട്ടുന്നത്. ഈ യൂട്യൂബിൽ ഷോർട്ട് ഫിലിം ഇറങ്ങിയ ആൾക്കാർ കാണാൻ തുടങ്ങി. ആൾക്കാർ വെറുതെ ലൈക്ക് ഞാൻ അന്നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്നു വെറുതെ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോ മറ്റേ ഷോർട്ട് ഫിലിമിലുള്ള ആളല്ലേ. ദാറ്റ് മൊമെന്റ് പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളൊക്കെ എന്നോ കൊച്ചുകുട്ടികൾ എനിക്കും ഭയങ്കര ബ്ലറായിട്ട് തോന്നി ഭയങ്കരമായിട്ട്. പിന്നെ ഒരു കണ്ണട എടുത്ത് വെച്ച അപ്പൊ എല്ലാം ശരിയാ. 0.25 ഡോക്ടർ ഒരു ഷോർട്ട് സൈറ്റ് ആണ് പറഞ്ഞത്. പക്ഷെ അന്നത്തെ ഇൻഫ്ലുവൻസ് കണ്ണാശുപത്രി പോയി അപ്പൊ ശരി. കോണ്ടന്റ് ചിന്തിച്ചത് ഷോർട്ട് ഫിലിം അതായത് കോണ്ടന്റ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റർ റീൽസ് ഉണ്ടാക്കിയ അന്ന് റീൽസ് ഒന്നും ഇല്ല. ഇല്ല. അന്ന് കാലഘട്ടം മനസ്സിലാവും കുട്ടി. അന്ന് റീലൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കാശ് ചേട്ടൻ കോണ്ടന്റ് ക്രിയേഷനിൽ ഇറങ്ങിയ എങ്ക പോകുന്ന ആർക്കും தெரியாது. ഇതില് പണിയെടുക്ക് ഷിജിന സാങ്കുട്ടിയായി സാങ്കുട്ടി ബ്ലോഗ്സ് ഉണ്ട്. നമ്മളെല്ലാരും വരുന്നുണ്ട്. സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വ്ളോഗ് എടുക്കുമായിരുന്നു. ക്യാരക്ടർ എന്താ സംഭവിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ട്രാൻസിഷൻ വീഡിയോ ആളുടെ ഭയങ്കര വൈറലാ. ഈ ആളുടെ കണ്ടിട്ടില്ല? എന്ത് ട്രാൻസിഷൻ ആണ്? മീൻസ് ലൈക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരുന്നു. സോറി. ട്രാൻസിഷൻ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിരിയുമ്പോൾ നമ്മളുടെ കോസ്റ്റ്യൂം എല്ലാം മാറും. അതാണ് ട്രാൻസിഷൻ വീഡിയോ. മനസ്സിലായോ? റീൽസ് ഇല്ലാത്ത കാലത്ത് പറ്റി പറയുന്നുണ്ട്. പണ്ടേ ആളുടെയും കൂട്ടി ഒരു ട്രാൻസിഷൻ ചെയ്യണം കേട്ടോ ഈ നമ്മുടെ അതിരടി സ്പെഷ്യൽ ആയിട്ട്. ശരിക്കും നല്ല ഐഡിയ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തിരിയുമ്പോ ഞാൻ തിരിഞ്ഞ ബേസിലായിട്ടാവുന്നു. അത് കൊള്ളാം. അങ്ങനെ ചെയ്യാൻ മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് എനിക്കൊരു സ്പാർക്ക് കിട്ടിയാൽ മതി. ഞാൻ അതിൽ കയറും അവിടുന്ന്. പിന്നെ പരക്കെ തീ പിടിച്ചു വരും. പിടിച്ചു. ശരിക്കും ടോം ആൻഡ് ജെറി പോലെ തന്നെയാണല്ലേ ആ കോംബോ? ഈ കോംബോ ആരാണ് ടോം ആരാണ് ജെറി? അതിലേതായിരുന്നു ടോം അതിലേതായിരുന്നു ജെറി? ഞാൻ ജെറി.
The Tom. ടോം. ടോം. Okay. നീ ഏതാ? വലിയ നീ ആ പട്ടി. നീ വെറും പട്ടിയാണ്. ഫാൻസ് ഉണ്ട് ആൾക്ക് ഫാൻസ് ഉണ്ട്. ഈ കോണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നതും റീൽസ് ചെയ്യുന്നതും ഞാൻ ചോദിക്കുമ്പോ രണ്ടുപേരും നീ പട്ടി. ചെൽവിയുടെ fans പിന്നെ ചോദിച്ചു സിനിമയിലേക്കുള്ള ഒരു എൻട്രി ആണല്ലോ ഈ റീൽസ് കോണ്ടന്റ് വീഡിയോസിന്റെ ഒക്കെ ഒരു ഉദ്ദേശം. ലാസ്റ്റ് നമ്മൾ സിനിമയിലെത്താ, സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുക, അതിന്റെ ഒരു വഴി തന്നെയാണ് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ കോണ്ടന്റ് വീഡിയോസ് റീലിലൂടെ. ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയ സമയത്ത് സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു താല്പര്യം. ഇപ്പം ഞാൻ ഈ വൈൻ ആപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, വൈൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഡബ് സ്മാഷ് ട്രില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് വൈൻ എന്ന് പറഞ്ഞൊരു app Musically, ഉണ്ടായിരുന്നു. dub smash, അപ്പൊ ആ സമയത്ത് തൊട്ട് ചെയ്തു തുടങ്ങിയത് സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. മ്യൂസിക്കലി എന്താണെന്നറിയോ നിനക്ക്? come on മ്യൂസിക്കലി musically type musically ഇല്ല, ഇല്ല, അത് മനസ്സിലായി. നീ പറ. അല്ല, അത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ സിനിമയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. പിന്നെ അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കോവിഡ് വന്നു. അപ്പോൾ ആ സമയത്തെല്ലാം കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓഡിഷൻസും കൊടുക്കും, പക്ഷെ ആ സമയത്തും അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. 2019 ജൂൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് മൂവി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ക്യാരക്ടർ റോൾസ് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ചെറിയ പരിപാടി ചെയ്തിട്ട് അതിരടിയിലാണ് സ്ക്രീൻ സ്പേസ് ഉള്ളൊരു പരിപാടി ചെയ്യുന്നത്. is actually really great. Shelvi, റെഡി ഇറങ്ങി കഴിഞ്ഞാൽ yeah, ഷെൽവിയുടെ സീൻസ് ഒക്കെ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തോ. നമസ്കാരം. വിളിക്കുമ്പോ ചിലപ്പോ വന്നില്ല എന്നൊക്കെ വരും. ഭയങ്കര രസമാണ്, ഹൈപ്പറാണ്. ആക്ച്വലി നമ്മൾ പേഴ്സണൽ ആയിട്ട് ചെയ്ത സീൻസ് ഒക്കെ ഭയങ്കര ഹൈപ്പർ ആയിരുന്നു. ഈ അതിരടി പേര് പറയുന്ന എല്ലാവർക്കും ഫൈറ്റ് സീൻ ഉണ്ടോ? അടി അങ്ങോട്ട് കൊടുക്കുക, തിരിച്ചു വാങ്ങാ പരിപാടി ഉണ്ടോ? ഉണ്ട്. അടി സിനിമയൊന്നും അല്ല, എന്നാലും മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇത് കോമഡി, ബേസിക്കലി ഇറ്റ്സ് എ കോമഡി സിനിമ. പക്ഷെ ഇമോഷൻ അങ്ങനത്തെ ലേയേഴ്സും ഉണ്ട്, അടിയും ഉണ്ട്. പക്ഷെ പ്രിഡോമിനന്റ്ലി ഇറ്റ്സ് എ കോമഡി ഫിലിം. കോളേജ് ഫൺ, ക്യാമ്പസ് ചിത്രമാണിത്. കണ്ടിട്ട് തോന്നുന്നില്ല. ലൊക്കേഷൻ ആണെന്നാണ്. ഇതില് റോബോട്ട് ഉണ്ടോ? റോബോട്ട് ഉണ്ടോ? അതൊരു ക്യാരക്ടർ ആണോ? എല്ലാം ഉണ്ട്. ഒക്കെ സിനിമ കാണുമ്പോ മനസ്സിലാവും. 14-ാം തീയതി കാണുമ്പോ മനസ്സിലാവും. 14-ാം തീയതി ക്യാമ്പസ് ഫെസ്റ്റ് ആണ് ബേസിക്കലി. ഫെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് കോളേജ് ഫെസ്റ്റ്. കോളേജ് ഫെസ്റ്റിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ ഇടയിൽ നടക്കുന്ന അടിയും പിടിയും ബഹളവും ഒക്കെയാണ് സിനിമ. 70% ഓഫ് ദി ഫിലിം ഫെസ്റ്റ് ആണ്. സോ ഇപ്പം തിയേറ്ററിൽ അടിച്ചു പൊളിക്കാൻ വരികയാണ് നിങ്ങൾ 14-ാം തീയതി. കാത്തിരിക്കുന്നു. ഇപ്പൊ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷയം എല്ലാവിധ ആശ്വാസങ്ങളും. പ്രേക്ഷകരോട് പ്രിയ എന്തോ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. കഴിഞ്ഞതിലെല്ലാം ഫൺ കമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് അപ്പൊ എന്തായാലും വലിയ വിജയമാവട്ടെ. കമേഴ്ഷ്യൽ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും വലിയ വിജയമാവട്ടെ. ഞാനും കാത്തിരിക്കുന്നു. ഫസ്റ്റ് ഷോ ഞാനുണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഒരു ഗിഫ്റ്റ് ഉണ്ട്, പെർഫ്യൂമിക്സിന്റെ ഒരു ഗിഫ്റ്റ് നിങ്ങൾ 3 പേർക്കും തരാൻ ആഗ്രഹിക്കുകയാണ്.